ഇത്രയും വേഗത്തിലും അതുപോലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും എങ്ങനെ നമുക്ക് ജർമ്മനിയിൽ നിന്ന് കേരളത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ ഗിഫ്റ്റ് അയക്കാമെന്നൊരു ചിന്ത വന്നപ്പോൾ അതിനുവേണ്ടി കുറേ മാർഗങ്ങൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനകത്തുനിന്ന് ഏറ്റവും ആം, ഞാൻ യൂസ് ചെയ്ത ഒരു മാർഗം എന്ന് പറയുന്നത് DHL. DHL എന്ന് പറയുമ്പം ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കൊറിയർ സർവീസാണ്. അത് വിത്തിൻ ജർമ്മനി ആണെങ്കിലും ഔട്ട്സൈഡ് ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും DHL നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് DHL ത്രൂ കൊറിയർ അയക്കാം എന്നൊരു ചിന്തയായിരുന്നു. ജർമ്മനിയിലെ എല്ലാ സിറ്റീസിലും തന്നെ DHLന്റെ ഓഫീസസ് ഉണ്ടാവും. അത് പാക്കറ്റ് സ്റ്റേഷൻസ് ആയിട്ടും പാക്കറ്റ് ഷോപ്പുകളായിട്ടും നമുക്ക് പറ്റും. അപ്പം നമ്മൾ നമ്മുടെ സർവീസിന് വേണ്ടി നമ്മൾ ചെല്ലേണ്ട സ്ഥലം എന്ന് പറയുന്നത് പാക്കറ്റ് ഷോപ്പുകളിലാണ്. അപ്പോൾ പാക്കറ്റ് ഷോപ്പിന്റെ പ്രധാനമായിട്ട് അവർ കുറേ സർവീസസ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണലും അതുപോലെ ഡൊമസ്റ്റിക് സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തത് ഇന്റർനാഷണൽ സർവീസ് ആയിരുന്നു. ഇന്റർനാഷണൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് കേരളത്തിലേക്ക് എൻ്റെ ഗിഫ്റ്റ്സ് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു, കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഒരു ഇന്റർനാഷണൽ കാർഗോ അയക്കുമ്പോൾ, ഒരു കൊറിയർ അയക്കുമ്പോൾ നമുക്ക് ഒരു സ്പെസിഫൈഡ് എമൗണ്ട്, ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്കാവും. അത് കൂടാതെ ഞാനൊരു പ്രീമിയം പാക്കറ്റായിട്ടായിരുന്നു അത് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രീമിയം പാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഒരു 22 യൂറോയും കൂടെ ഞാൻ ആഡ് ചെയ്തപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു അപ് ടു 500 യൂറോയുടെ ഒരു ബെനിഫിറ്റും കൂടെ അതിനകത്ത് ആഡ് ഓൺ ആയി വന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പാക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ബ്രേക്കിങ്ങോ ഒന്നും ആവാതെ സേഫായിട്ട് റിസീവറുടെ കയ്യിൽ എത്തും എന്നൊരു അഷ്വറൻസ്, ഒരു ഇൻഷുറൻസും കൂടി ക്ലെയിം അതിനകത്ത് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് ആഡ് ആയി വന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഡെസ്പാച്ച് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ട്രാക്കിംഗ് ഐഡിയും കൂടി കിട്ടി. അപ്പോൾ നമ്മൾ ഈ 5 കിലോ പ്രോഡക്ട്സ് നമ്മൾ സേഫായിട്ട് നമ്മൾ നമ്മുടെ DHLന്റെ പാക്കറ്റ് ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ കറക്റ്റ് അത് മെഷർ ചെയ്യും. കറക്റ്റ് 5 kg വരെ മാത്രമേ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. ഒരു പോയിന്റിന്റെ ഡിഫറൻസ് പോലും അവർ അലോ ചെയ്യത്തില്ല. അപ്പം ആ 5 kgയിൽ തന്നെ എനിക്ക് 5 kgയിൽ കുറവായിരുന്നു. അങ്ങനെ ഞാനത് പാക്കറ്റ് ഷോപ്പിൽ കൊടുത്തു. അവരെനിക്ക് എല്ലാം എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തു. അവരുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവരെനിക്കൊരു ബില്ല് തന്നു. ബില്ല് തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊറിയർ അയക്കാനുള്ള ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ടും അതുപോലെ തന്നെ എനിക്ക് അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഒരു 22 യൂറോയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് ആണ് നേരത്തെ പറഞ്ഞത്. ഒരു നമുക്കൊരു 500 അപ് ടു 500 യൂറോയുടെ വരെ ക്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക്. എന്തെങ്കിലും തരത്തിൽ നമ്മുടെ പ്രോഡക്ട്സ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ റിസീവറുടെ കയ്യിൽ എത്താതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതും കൂടാതെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിയൽ ടൈം ട്രാക്കിങ്ങും ഇനേബിൾ ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ട്രാക്കിംഗ് ID തരും. ആ ട്രാക്കിംഗ് ID വെച്ചിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ റിസീവറുടെ കയ്യിൽ എത്തുന്നവരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ എനിക്ക് ഈ സർവീസിന് കോസ്റ്റ് ആയിട്ടുള്ളത് ഒരു 45 യൂറോ, 45 ഒരു 46 യൂറോ മാത്രമാണ്. അതിനകത്ത് എൻ്റെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്തു. നമ്മൾ DHLന്റെ പാക്കറ്റ് ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. ദെൻ അവരത് റിസീവ് ചെയ്തു. നമുക്ക് നമ്മുടെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് നമുക്കൊരു ട്രാക്കിംഗ് ID തന്നു. ദെൻ അതൊരു പ്രീമിയം പാക്കറ്റ് ആയിരുന്നു. അവർ പറഞ്ഞു വിത്തിൻ 20 മാക്സിമം 22 ഡേയ്സിനുള്ളിൽ തന്നെ അത് ഇന്ത്യയിൽ റിസീവറുടെ കയ്യിലെത്തും. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനെ പ്രോഡക്ട്സ് ഡെസ്പാച്ച് ആയി. നമുക്ക് എല്ലാം കറക്റ്റായിട്ട് റിയൽ ടൈം ട്രാക്കിംഗ് ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. ദെൻ ടോട്ടൽ ഒരു 45 യൂറോ ആണ് എനിക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ കൊറിയർ ചാർജ്, ദെൻ ഇൻഷുറൻസ് പ്രീമിയം, ദെൻ ട്രാക്കിംഗ്, ഇത്രയും കൂടെ ചേർത്തിട്ടാണ് എനിക്ക് ഒരു 45 യൂറോ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ട്വിസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നത് DHL വഴിയാണ്. പക്ഷേ ഇന്ത്യയിൽ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും റിസീവറുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ആ ഗിഫ്റ്റുകൾ എത്തുക.
അപ്പം ഞാൻ ഇവിടുന്ന് അയച്ച സാധനങ്ങൾ ഒരു 7-8 ഡേയ്സിനുള്ളിൽ തന്നെ അത് ഇന്ത്യയിലെ പോർട്ടിൽ അത് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു. ട്രാക്കിംഗ് ട്രാക്കിംഗ് കാണിച്ചു. പക്ഷേ അത് കസ്റ്റം റിസീവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോസസ്സൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു. പിന്നെ കുറേ സമയത്തേക്ക്, കുറേ ദിവസത്തേക്ക്, ഒരു 1 വീക്കോളം കൂടി നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷം പ്രോഡക്ട്സ് കറക്റ്റ് ഒരു 1 1/2 വീക്സിനുള്ളിൽ തന്നെ റിസീവറുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിലെത്തി. പക്ഷെ അവർക്ക് അതിനകത്തൊരു ഒരു കസ്റ്റം ഡ്യൂട്ടിയും കൂടി പേ ചെയ്യേണ്ടി വന്നു. ഒരു 3000 റുപ്പീസും കൂടി അതിനകത്ത് പേ ചെയ്യേണ്ടി വന്നു. അതാണ് ഒരു ട്വിസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. വേറെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതൊരു സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ചെയ്ത സമയത്ത് എൻ്റെ സെയിം ഒരു 2 kg ഓഫ് പ്രോഡക്ട്സ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ കാർഗോ പോലെ, ഒരു നോർമൽ കൊറിയർ പോലെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൊറിയർ നാട്ടിലെത്തിയപ്പോൾ അത് മൊത്തത്തിൽ ബ്രേക്കായി. അത് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ പ്രോഡക്ട്സും നശിച്ച ഒരവസ്ഥയിലായിരുന്നു നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടാമത് അയച്ച ഈ കൊറിയർ, അല്ലെങ്കിൽ പ്രീമിയം പാക്കേജിൽ അയച്ച ഇന്റർനാഷണൽ കൊറിയർ സേഫ് ആയിട്ടാണ് നാട്ടിലെത്തിയത്.